ഇന്നും ഒരു സൂപ്പർ ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ക്രീമി സ്റ്റഫ്ഡ് ചിക്കനാണ് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും. ഇതിന് നമുക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് വേണം. അതൊരു ഹോൾ ബ്രസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലതുപോലെ ഈ മാരിനേഷന് മുമ്പേ ഒന്ന് അടിച്ച് പരത്തണം കേട്ടോ. ഒന്ന് പരത്തിയിട്ട് വേണം മാരിനേറ്റ് ചെയ്യാൻ. ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ, ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചാൽ മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി വേണ്ടുന്നത് ഇതിൻ്റെ ഫില്ലിംഗ് ആണ്. ഒരു പാത്രത്തിലോട്ട് ഞാൻ മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു ക്യാപ്സിക്കം, ഒന്ന് വേണ്ട, ഏകദേശം ഒരു കുറച്ച് ക്യാപ്സിക്കം മതിയാവും കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് ചിക്കൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കണം. റോൾ ചെയ്ത് കൊടുക്കുമ്പം സൂക്ഷിക്കണം, പൊട്ടിപ്പോകാൻ പാടില്ല. ഞാനിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റോ ഫ്രീസറിലൊന്ന് വെക്കാം കേട്ടോ. നമ്മൾ പൊരിക്കാൻ നേരത്ത് ഇതിനകത്തിരിക്കുന്ന ആ ഭാഗങ്ങൾ എന്താ പറയുക, പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ടൂത്ത് പിക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഇതും കൂടെ ചെയ്യണം കേട്ടോ. ഇനി സോസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അതിലൊരു പാത്രത്തിലോട്ട് വെളുത്തുള്ളി, സവാള, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളം, ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ചീസ് സ്ലൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ചീസ് സ്ലൈസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് തക്കാളിയും പിന്നെന്താ പറയുക, ക്യാപ്സിക്കം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല ക്രീമി ആയിട്ടുള്ള സോസ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇനി വേണ്ടുന്നത് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ചിക്കൻ ഫ്രൈ ചെയ്യൽ പരിപാടിയാണ് കേട്ടോ. അത് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പിനെസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തീ കുറച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം വേവത്തില്ല. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ വേണം കേട്ടോ. അതും കൂടെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സോസ് ചിക്കൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഉൾഭാഗം നല്ല ചീസി ആയിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു സോസും കൂട്ടി കഴിക്കാൻ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസും കൂടെ എടുത്ത് വെച്ച് കഴിക്കുമ്പം വേറൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.